ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കിയതെന്ന്. ആദ്യം തന്നെ നമുക്ക് മാവ് കുഴച്ചെടുക്കണം. അതിലേക്ക് ഞാൻ 2 കപ്പ് ആട്ടുപൊടിയും 1 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നിങ്ങളെ ഇഷ്ടം പോലെ എടുക്കുക. 3 കപ്പ് നമ്മുടെ ആട്ടുപൊടി വേണമെങ്കിൽ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ മൈദപ്പൊടി മാത്രമാണെങ്കിൽ അങ്ങനെ എടുക്കുക. ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമ്മൾ നോർമൽ വെള്ളത്തിൽ തന്നെ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. മാവ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി മസാല തയ്യാറാക്കാം. അതിലേക്ക് ഇവിടെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫാണിത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും മസാലകളെല്ലാം ഇട്ട് വെച്ചിട്ടുള്ള ബീഫ് ചെറിയ പീസാക്കി വെച്ചതാണ്. പിന്നെ വലിയ ഉള്ളി ഒരു മീഡിയം സൈസിലുള്ളത് 2 എണ്ണം, പിന്നെ മല്ലിയില പുതിനയില ചെറുതായി അരിഞ്ഞത് എന്നിവയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. മസാല തയ്യാറാക്കാനുള്ള പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. വെളിച്ചെണ്ണ എന്തായാലും മതിട്ടോ. ഞാനിവിടെ കോൺ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഓയിൽ ചൂടായതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അത്യാവശ്യം വഴന്നതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ഇട്ടെടുക്കാം. 1/4 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും വലിയ ജീരകവും, പിന്നെ 1/2 ടീസ്പൂൺ വീതം കുരുമുളകും ഗരം മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാലപ്പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും കൂടി ആഡ് ചെയ്യാം. ഇനി വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ആഡ് ചെയ്യാം. ഇനി ഇത് ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ചൂടൊന്നാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. കുഴച്ച് വെച്ചിട്ടുള്ള മാവ് എടുത്തിട്ട്
ഓരോ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇത്രയും വലുപ്പത്തിലുള്ള ഓരോ ബോൾസ് ആക്കി എടുക്കാം. ഇനി ഓരോന്ന് എടുത്തിട്ട് നമ്മൾ പൂരിൻ്റെ ഒക്കെ അത്ര വലിപ്പത്തിൽ പരത്തിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഫില്ല് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ സൈഡ് ഇങ്ങനെ മടക്കി കൊടുക്കണം. സൈഡ് അങ്ങനെ മടക്കി കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, അല്ലെങ്കിൽ അതിന് അത്യാവശ്യം ടൈം വേണം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഒരു ഫോർക്ക് എടുത്തിട്ട് അതിൻ്റെ അറ്റം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. മസാലയെല്ലാം ഫില്ല് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നെടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.